ലിയോ സിംഹ അസ്ട്രോവേദിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ കാര്യതടസ്സം എന്താണെന്നുള്ളതാണ്. ആ കാര്യതടസ്സം എങ്ങനെ മാറ്റാമെന്നുള്ളത്. നമ്മൾ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ ആ കാര്യം നടക്കാതെ വരുന്നു. അത് നടക്കാതെ വരാൻ നേരത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെ മാറ്റി നമ്മളുടെ കാര്യം വിജയിപ്പിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാര്യതടസ്സം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി പറയുന്നത്. ഇതിനങ്ങനെ അധിക ചിലവോ പൈസ ചിലവോ അങ്ങനെ ഒന്നും തന്നെയില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം രക്ഷപ്പെടുമെന്നുള്ളതിൽ 100% ഉറപ്പുമാണ്. നമ്മളുടെ അടുത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ടെങ്കിൽ, അയ്യപ്പൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ടെങ്കിൽ ആ അമ്പലത്തിലാണ് ഞാൻ ഈ പറയുന്ന നേർച്ച ചെയ്യേണ്ടത്. എല്ലാ ശനിയാഴ്ചയും വ്രതമെടുത്ത്, എല്ലാ ശനിയാഴ്ചയും ഒരു ദിവസത്തെ വ്രതമെടുത്ത് നീലാഞ്ജനം അയ്യപ്പന് സമർപ്പിക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം വ്രതമെടുത്ത് അയ്യപ്പന് നീലാഞ്ജന വിളക്ക് സമർപ്പിക്കണം. ആരുടെ പേരിലാണോ സമർപ്പിക്കേണ്ടത്, ആർക്കാണോ കാര്യതടസ്സം നേരിട്ട് നിൽക്കുന്നത്, അവരുടെ നാളു പറഞ്ഞ് അയ്യപ്പൻ്റെ മുന്നിൽ എല്ലാ ആഴ്ചയും നീലാഞ്ജനം സമർപ്പിക്കണം. 21 ആഴ്ച ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. 21 ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചകളിൽ ഈ നീലാഞ്ജനം നടത്തേണ്ടതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. മത്സ്യമോ ലിക്കറോ ഒന്നും, ഒരു ദുശീലങ്ങളും ആ ഒരു ദിവസം ചെയ്യാൻ പാടില്ല. വ്രതമെടുത്ത് എല്ലാ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലും ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒരു നീലാഞ്ജന വിളക്ക് സമർപ്പിക്കണം. ഇങ്ങനെ 21 ആഴ്ച അല്ലെങ്കിൽ 21 ശനിയാഴ്ച നിങ്ങളിത് തുടർച്ചയായി വ്രതശുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യതടസ്സം മാറുകയും നിങ്ങൾ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം നടന്നിരിക്കും. ഇത് തീർച്ച. ഇപ്പോഴും പറയുന്നു, വ്രതശുദ്ധിയോടുകൂടി 21 ശനിയാഴ്ചകൾ നീലാഞ്ജനം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എടുത്തിരിക്കണം. അങ്ങനെ എടുക്കുന്നൊരു വ്യക്തിക്ക് കാര്യതടസ്സങ്ങൾ മാറുകയും സാമ്പത്തികമായി മുന്നോട്ട് പോവുകയും അയാൾ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹം നടക്കുകയും ചെയ്യും. ശനിദോഷങ്ങളെല്ലാം മാറ്റാൻ ശ്രീ അയ്യപ്പൻ്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് പോലൊരു പുണ്യം വേറൊന്നില്ല.